ബ്രസീൽ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു യുഗത്തിന് അവസാനമാകുകയാണോ? 2026 ലോകകപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ 10ാം നമ്പർ ജേഴ്സിയിൽ ആ മാന്ത്രികനുണ്ടാവില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതെ, നെയ്മർ ജൂനിയർ ഇല്ലാത്ത ഒരു വേൾഡ് കപ്പിനായി ഫുട്ബോൾ ലോകം തയ്യാറെടുക്കുകയാണോ? എന്താണ് ഇതിലെ സത്യാവസ്ഥ? നമുക്ക് നോക്കാം. നെയ്മറുടെ പ്രതിഭയെ ആരും ചോദ്യം ചെയ്യില്ല. പക്ഷേ കാലം അദ്ദേഹത്തിന് മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പരിക്കുകളാണ്. 2026 ലോകകപ്പിന് ബ്രസീൽ യോഗ്യത നേടിക്കഴിഞ്ഞു. എന്നാൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ പ്ലാനുകളിൽ നെയ്മർ എന്ന പേര് പഴയതുപോലെ സജീവമല്ല. തുടർച്ചയായ ലിഗമെന്റ് പരിക്കുകളും ശാരീരികക്ഷമത കുറഞ്ഞതും നെയ്മറെ ടീമിൽ നിന്ന് അകറ്റുകയാണ്. യുവതാരങ്ങളായ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ടീമിന്റെ മുൻനിര ഇപ്പോൾ തന്നെ പിടിച്ചടക്കിക്കഴിഞ്ഞു. ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു താരത്തെയും ലോകകപ്പ് പോലെ വലിയൊരു വേദിയിലേക്ക് കൊണ്ടുപോകില്ലെന്ന് ആഞ്ചലോട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നെയ്മർ നിലവിൽ തന്റെ പഴയ തട്ടകമായ സാന്റോസിലേക്ക് മടങ്ങിയത് ഫോം വീണ്ടെടുക്കാനാണ്. പക്ഷേ സൗദി ലീഗിലെയും ഇപ്പോൾ ബ്രസീലിലെയും പ്രകടനം വിലയിരുത്തിയാൽ പഴയ ആ സ്ഫോടനാത്മകമായ വേഗത നെയ്മർക്ക് നഷ്ടപ്പെട്ടതായി കാണാം. ആരാധകർ ആഗ്രഹിക്കുന്നത് നെയ്മറുടെ ഒരു വമ്പൻ തിരിച്ചുവരവാണ്. പക്ഷേ മാനേജ്മെന്റ് നോക്കുന്നത് ടീമിന്റെ ബാലൻസാണ്. നെയ്മർ ഇല്ലാത്ത ഒരു ബ്രസീൽ ടീം, അത് ചിന്തിക്കാൻ പോലും കാനറിപ്പടയുടെ ആരാധകർക്ക് കഴിയില്ല. ഒരുപക്ഷേ കളിക്കളത്തിനു പുറത്ത് ഒരു മെന്ററായി അദ്ദേഹം ടീമിനൊപ്പമുണ്ടായേക്കാം. എങ്കിലും ആ 10ാം നമ്പർ ജേഴ്സിയിൽ നെയ്മർ വീണ്ടും മാജിക് കാണിക്കുന്നത് കാണാൻ നമുക്ക് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നെയ്മർ തിരിച്ചുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.